ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് എന്തിനായിരുന്നു? തന്ത്രിക്കെതിരായ തെളിവ് എവിടെ? അറസ്റ്റിന് പ്രേരകമായത് എന്ത്? സ്വർണ്ണക്കൊള്ളയിലെ തന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച വിചാരണ കോടതി പരാമർശത്തോടെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. തന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് സാധിച്ചില്ല എന്ന കോടതി പരാമർശമാണ് സർക്കാരിനുൾപ്പെടെ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. കേസിൽ SITയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷവും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടത് നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള നീക്കമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. BJP RSS നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലെത്തി പിന്തുണ അറിയിക്കുകയും ചെയ്തു. തന്ത്രിയെ ജയിലിൽ അടച്ചതിൽ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കുണ്ട് എന്ന ആരോപണവും BJP ഉയർത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ജയിലിലിട്ടത് സർക്കാരിനേറ്റ രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാനായിരുന്നോ? കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുണ്ടായിരുന്നത് വെറും സൗഹൃദം മാത്രമായിരുന്നോ? കാണാം RDX റാപ്പ്. SIT നിരത്തിയ വാദങ്ങളെല്ലാം തള്ളിയാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. ആരോപണങ്ങൾ തെളിയിക്കും വിധം ഒന്നും ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശബരിമലയിൽ യുവതീ പ്രവേശനം തടഞ്ഞതിലുള്ള പ്രതികാരമാണ് തന്റെ അറസ്റ്റെന്നായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദം. വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലാണ് തന്ത്രി സർക്കാരിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. തന്ത്രിയുടെ പദവി എന്നത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാത്രമായി പരിമിതപ്പെട്ടതാണ്. ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലോ സ്വത്തുക്കളുടെ പരിപാലനത്തിലോ തനിക്ക് യാതൊരു അധികാരവുമില്ലെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. തന്ത്രിയുടെ ജാമ്യ ഉത്തരവിലെ കോടതി പരാമർശങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. CPIM നേതാക്കളിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ ശ്രദ്ധ തിരിക്കുന്നതിനായാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കാളിത്തം പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ 41 ദിവസം എന്തിന് ജയിലിലിട്ടു എന്ന് SIT വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കാളിത്തം പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത SITക്കുണ്ടെന്നും VD സതീശൻ ഇന്ന് പറഞ്ഞു. ഒരു തെളിവും ഇല്ലാതെ, ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. തന്ത്രിയെ 41 ദിവസം ജയിലിലിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. പ്രഥമദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കില്ല എന്ന് തനിക്കറിയാമായിരുന്നു. ഇത് നമ്മുടെയെല്ലാം കണ്ണു തുറപ്പിക്കണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഇത് നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ്. 41 ദിവസം ഇതുപോലൊരാളെ പിടിച്ച് ജയിലിലിടാനുള്ള സാഹചര്യം അത് ഇപ്പോൾ പൊടുന്നനവേ ഉണ്ടായതല്ല. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് അടിവരയിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സർക്കാരിനെതിരെ തന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. യുവതീ പ്രവേശനത്തെ എതിർത്തതാണ് അറസ്റ്റിന് പിന്നിലെ കാരണമെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് ആരോപിക്കുന്നു. എല്ലാ ദിവസവും നട തുറക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാത്തത് സർക്കാരിന് പ്രകോപനമായി എന്ന് അദ്ദേഹം പറയുന്നു. സന്നിധാനത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് പ്രതികാരമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശബരിമലയിലെ നിലപാടിൽ ഭരണകക്ഷിയിലെ ഉന്നതർക്കും തന്നോട് രോഷമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് താനാണെന്ന് വരുത്താനും ശ്രമം നടന്നു എന്നാണ് തന്ത്രി പറയുന്നത്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തത് SIT മറച്ചുവെച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനം തടയാൻ തന്ത്രിയെ ഉപദേശിച്ചത് താനാണെന്ന് ശ്രീധരൻപിള്ള ഇന്ന് പറഞ്ഞു. ആചാര ലംഘനമുണ്ടായാൽ നടയടക്കാനും ശുദ്ധികലശത്തിനും തന്ത്രിക്ക് അവകാശമുണ്ട് എന്ന് താൻ പറഞ്ഞു. നട അടച്ചിടുന്നത് കോടതിയലക്ഷ്യമാകില്ല എന്ന് തന്ത്രിക്ക് ഉപദേശം നൽകുകയും ചെയ്തു. യുവതീ പ്രവേശന വിധിയിൽ സുപ്രീം കോടതി തന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും ബോധ്യപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീധരൻപിള്ള സാറിൻ്റെ ഉറപ്പ് മതിയെന്ന് തന്ത്രി പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. വെളിപ്പെടുത്തൽ നാളെ പുറത്തിറങ്ങുന്ന ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകത്തിലാണുള്ളത്. BJP ആരോപണം കടുപ്പിക്കുകയാണ്. തന്ത്രിക്കെതിരെ കേസെടുത്തതിൽ മന്ത്രി സജി ചെറിയാന് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് BJP ഔദ്യോഗികമായിട്ട് ആരോപിക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളെ സംസ്ഥാന സർക്കാർ അവഹേളിച്ചുവെന്നും BJPയുടെ ആരോപണമുണ്ട്. അത്രയുമാണുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ ഹർഷ. അതായത് ഇത് ഇപ്പം VD സതീശനൊക്കെ പറയുന്ന കേട്ടാ വിചാരിക്കുക ഇതിപ്പം എല്ലാം കഴിഞ്ഞു. അതായത് വിചാരണ കോടതി തെളിവില്ല എന്നൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഇതിൻ്റെ അന്വേഷണം കഴിഞ്ഞു, അന്തിമ വിധിയും വന്നു എന്ന മട്ടിലാണ്.
അദ്ദേഹം പ്രതികരിക്കുന്നത് കണ്ടത്. BJP-യുടെ പിന്നെ പറയേണ്ടതില്ല. തന്ത്രി പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിധി കിട്ടി അദ്ദേഹം പറയുമല്ലോ. എന്താ തോന്നുന്നത്? ഇതിനകത്ത് രണ്ട് തലമുണ്ട്. ഒന്ന്, ഇവിടുന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പൊതുവായ വിശ്വാസം. SIT ആ നിലയ്ക്ക് ആ വിശ്വാസം വെച്ചുകൊണ്ട് മുന്നോട്ട് അന്വേഷണവുമായി പോകുന്നു. അതിൻ്റെ ഭാഗമായി അറസ്റ്റുകളിലേക്ക് കിടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ അതിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള, അതായത് സ്വർണം എടുത്തുകൊണ്ടുപോയവർ, അത് ഉരുക്കിയവർ, അത് വിറ്റവർ, അത് കൈവശം വെച്ചവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ ചില അറസ്റ്റുകൾ നടക്കുന്നു. അതൊരു തലം. അതായത് അത് സ്വർണം കയ്യിലുള്ളവർ അല്ലെങ്കിൽ മോഷ്ടിച്ചവർ എന്ന് പറയുന്നത്. ബാക്കി പിന്നെ മോഷ്ടിച്ചവർ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിലേക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിയമവശങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ ഇതിൻ്റെ അന്വേഷണ തലത്തിലോ കാര്യങ്ങൾ പോയിട്ടില്ല. ഇതൊരു സത്യമാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും ഇവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും മാധ്യമങ്ങളും ഉള്ളതുകൊണ്ടും ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ ആ വഴിക്ക് പോകും. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൽ ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും അതിനെ പ്രത്യേകമായി തന്നെ കാണണം. അതിനപ്പുറത്ത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകൾ, അതായത് തന്ത്രി മുതൽ ഇങ്ങോട്ട് വേണമെങ്കിൽ കൂട്ടാം നമുക്ക്. കാരണം തന്ത്രിക്കെതിരെ തെളിവുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. തന്ത്രിക്കെതിരെ നമുക്ക് ആരോപിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ധാർമ്മികമായ പല ചോദ്യങ്ങളും ഉണ്ടാകും തന്ത്രിക്കെതിരെ. പക്ഷേ അതിനപ്പുറത്ത് ഇതിൽ എങ്ങനെയാണ് ഇതിലെ ക്രൈം, എവിടെയാണ് ഇതിൻ്റെ ക്രൈം, എവിടെയാണ് ഇതിൻ്റെ നിയമലംഘനം? ഒരു നിയമലംഘനം ഉണ്ടാവണമെങ്കിൽ ഒരു നിയമം വേണമല്ലോ. ആ നിയമം എവിടെയാണ് എന്ന അടിസ്ഥാന ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ VD സതീശൻ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ തന്ത്രിക്ക് കൊടുത്ത യുക്തി വെച്ച് തന്നെ അവിടെ ഈ അഡ്മിനിസ്ട്രേഷൻ തലത്തിലുണ്ടായിരുന്ന അറസ്റ്റിലായ മുഴുവൻ പേർക്കും വേണ്ടി ന്യായം ചമയ്ക്കുക എന്നുള്ളതാണ് തൽക്കാലം ചെയ്യാൻ കഴിയും. കാരണം ഇതേ യുക്തി അവിടെയും പ്രയോഗിക്കാൻ പറ്റും. അതായത് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് എതിരെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാം. ആ ചോദ്യം കോടതി തന്നെ മറ്റൊരു ഘട്ടത്തിൽ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലല്ല, ശ്രീകുമാറിൻ്റെ കാര്യത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിൻ്റെ ജാമ്യ ഉത്തരവിൽ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ സമയത്ത് പ്രതിപക്ഷം പക്ഷേ തിളച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ശ്രീകുമാർ, ഇതങ്ങനെയല്ല, ഇത് ഭക്തരെ പിടിക്കാവുന്ന ഒരു പോയിന്റാണ്. അതായത് തന്ത്രി ആ സാധനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം പിടിച്ചിരിക്കുന്നതും, അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ സംവിധാനങ്ങളും മാധ്യമങ്ങളും എല്ലാം നിൽക്കുന്നതും. ആ ബാക്കി മുഴുവൻ പേരുടെയും കാര്യത്തിൽ ഇതേ യുക്തി തന്നെയല്ലേ സനീഷ പ്രയോഗിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ? അതായത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്? പോട്ടെ, ആ ശങ്കർദാസിനെ എന്തിനാണ് പിടിച്ചകത്തിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമെല്ലാം എന്ത് നിയമം ലംഘിച്ചതിൻ്റെ പേരിലാണ് എന്നുള്ള ചോദ്യം വരും ദിവസങ്ങളിൽ ഉയരും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് കോടതിയിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് ഏതാണ്ട് ഒരു 90% ഞാൻ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം അവിടെ ഉണ്ടാവണമെങ്കിൽ ഒരു നിയമം വേണം. ആ നിയമം ചട്ടവും അവിടെ ഇല്ല. അതായത് ദേവസ്വം മാനുവലിനെ മുൻനിർത്തിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പം ഈ ദേവസ്വം മാനുവൽ എന്നത് നിയമപരമായി ബൈൻഡ് ചെയ്യപ്പെട്ട ഒരു സംഗതിയാണോ, അതോ നമ്മൾ ഇവിടുത്തെ ഷിഫ്റ്റ് ഇടുന്ന പോലത്തെ ഒരു സംഗതിയാണോ? ഇൻറ്റേർണലി ഇത് നടത്താനുള്ള ഒരു സംവിധാനം എന്നതിനപ്പുറത്തേക്ക് ഞാൻ കരുതുന്നില്ല ഇതുവരെ. കാരണം ഇതുവരെ വന്ന കോടതിയിലെ വാദങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും തരത്തിൽ നിയമപരമായി അത് ബൈൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇത് നിയമമാക്കിയിട്ടുണ്ട്, ചട്ടമാക്കി നിലനിർത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവം? ഇത് കോടതിയിൽ എങ്ങനെയാണ് ഇത് കൊല്ലം വിജിലൻസ് കോടതിയുടെ ജൂറിസ്ട്രിക്ഷനിൽ വരുന്നത് എന്നുള്ളത് ആ ചോദ്യം കൂടിയുണ്ടല്ലോ. അങ്ങനെ എന്താണ്? കാരണം എന്തെങ്കിലും തരത്തിൽ ആ അഴിമതി എന്നത് ഇവിടെ നടപ്പായിട്ടുണ്ട് എന്ന് തെളിയിക്കണം. ഒരു ക്രിമിനൽ ഗൂഢാലോചന അതിൻ്റെ ഭാഗമായി നടപ്പായിട്ടുണ്ട് എന്ന് തെളിയിക്കണം. ഇതൊന്നും തെളിയിക്കാവുന്ന ഒരു തലത്തിലേക്ക് ഈ കേസ് പോവില്ല. കാരണം ഒരു നിയമലംഘനം അവിടെ നടന്നിട്ടില്ല. അതായത് അവിടെ നടക്കുന്ന അവിടുത്തെ ഒരു ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ് ഒന്ന് പാളി. ആ നിലയ്ക്ക് തൽക്കാലം ഇത് കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിൽക്കൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പക്ഷേ കോടതികൾ ഇപ്പോൾ എന്താണ് പറയാത്തത്? ഞാൻ കരുതുന്നത് എന്താണ്, ഇങ്ങനെയെങ്കിലും അവിടുത്തെ മോഷണം നിൽക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണല്ലോ SIT അന്വേഷണം നടത്തുന്നത്. അതിലും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊഴിയിൽ നിന്ന് മൊഴിയിലേക്ക് പോകുകയാണെന്ന് ഞാൻ പലതവണ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പോകുന്നു, ഒരു മൊഴി കഴിയുന്നു, അടുത്ത മൊഴിയിൽ കിട്ടുന്ന അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് പോയിട്ടാണ് ഈ S. ശ്രീകുമാറിൻ്റെ കാര്യത്തിൽ അടക്കം കോടതിക്ക് നിന്ന് SITക്ക് തിരിച്ചടി നേരിട്ടത്. യഥാർത്ഥത്തിൽ തിരിച്ചടി നേരിട്ട സംഭവം ശ്രീകുമാറിൻ്റെ കേസിലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്ന കാലത്ത് ചുമതല പോലും ഇല്ലാത്ത ആളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു.
അപ്പോൾ ആ രീതിയിൽ അതായത് ജാമ്യ ഉത്തരവ്, അദ്ദേഹത്തിൻ്റെ ജാമ്യ ഉത്തരവിൽ ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യ ശ്രീകുമാറിനെതിരെ ഒരു തെളിവും SITക്ക് ഹാജരാക്കാനില്ല. ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകാൻ എല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ശ്രീകുമാറിൻ്റെ നിയമനം തന്നെ. അത് ജാമ്യ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേസ് മുമ്പോട്ട് പോകുന്നതിനകത്തൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം അംഗീകരിക്കണം. ഇതിനിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത് SITയുടെ അന്വേഷണം. ഇതിൽ തീർച്ചയായും ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഒരു തലം കൂടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മോഷണം നിർത്തണം എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൻ്റെ കാര്യം. നമുക്കിപ്പോൾ തന്ത്രിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കും പറയാവുന്ന എന്താണ്, അങ്ങർക്ക് ഇതിൽ കൂടുതൽ കിട്ടണം. നമ്മൾ ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞില്ലേ? കാരണം എന്താണ്, അതിൽ ചില സംഗതികൾ പൊതുസമൂഹത്തിന് മുന്നിൽ ചില തെളിവുകൾ വന്നിട്ടുണ്ട്. ആ തെളിവുകൾ വെച്ച് ഇപ്പോൾ വാജിവാഹനം കൊണ്ടുപോയ തന്ത്രിയെ നമുക്കറിയാം, അല്ലെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞയില്ലാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനൊന്നും നിയമപരമായ ഒരു തലമില്ല, അല്ലെങ്കിൽ ഒരു നിയമം മറികടന്നല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവസാനം വരാൻ പോകുന്ന സംഗതി. അതുകൊണ്ട് ഈ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം സെക്രട്ടറിയും ഒക്കെ ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യം ഇതിനൊക്കെ നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഇവരെല്ലാവരും ഉത്സവകാലത്ത് നേരിയതും പുതച്ച് അവിടെ പോയിട്ട് ഭഗവാനെ തൊഴുന്നു തിരിച്ചു പോരുന്നു എന്നുള്ളത് ഒഴിവാക്കിയാൽ അതാണ് ചുമതല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഇത്തരത്തിൽ ഇനിയിപ്പോൾ തന്ത്രിയുടെ തന്നെ ആയിക്കോട്ടെ ഒരു അതല്ലെങ്കിൽ ആ തന്ത്രിയുടെ ഗൂഢാലോചന തെളിയിക്കണമല്ലോ, അത് തെളിയിക്കാനുള്ള ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്ത്രി നിർദ്ദേശിക്കുന്ന, തന്ത്രിക്ക് തോന്നുന്ന അല്ലെങ്കിൽ തന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവിടെ ഒരു പണി വേണം എന്ന് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഇടനിലക്കാർ തീരുമാനിക്കുമ്പോൾ അതിനൊപ്പിച്ച് അവിടെ അഴിമതി നടത്താനുള്ള ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംവിധാനത്തിന് തടയിടുകയാണ് വേണ്ടത്. ബാക്കി ഈ മുഴുവൻ പേരും ഈ കേസിൽ തടിയൂരും എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇവരെ എന്തിനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഒരു സംശയമില്ലാതെ ഉണ്ടാവും. അല്ല, അങ്ങനെ തടിയൂറുകയാണെങ്കിൽ ഈ സംവിധാനം SIT ഒക്കെ വലിയ പരാജയമാണ് എന്നാണ് നമ്മുടെ നാട്ടുകാർ പറയേണ്ടതാണ്. എനിക്ക് അതിനോടുള്ള വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മോഷണം നടന്നു എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ വന്ന വിവരങ്ങൾ തെളിവാണ്. മോഷണം നടന്നിട്ട്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു കസ്റ്റോഡിയൻ, ഇപ്പോൾ സർക്കാർ ഒരു കാര്യത്തിൻ്റെ കസ്റ്റോഡിയനാണെന്ന് കരുതുക, ഒരു മന്ത്രി ഒരു കസ്റ്റോഡിയനാണെന്ന് കരുതുക. അപ്പോൾ ആ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന കാര്യം മോഷണം പോയി, പക്ഷേ അവർക്കെതിരെ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, ശരിയാവില്ല അത്. അതായത് അതുകൊണ്ട് ഇവിടെ തന്ത്രിയാണെങ്കിൽ പോലും ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്ത്രിക്ക് ഇങ്ങനെ ജാമ്യ നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. ഞാൻ കാണുന്ന ഹർഷം കാണുന്ന പോലെയല്ല. അതായത് ഞാൻ കാണുന്നത്, കോടതി ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് ആ കോടതിക്ക് മുമ്പാകെ വന്ന ജാമ്യം അനുവദിച്ചുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടത് കോടതിക്ക് തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എവിടെ തെളിവ് എന്ന് കോടതി ചോദിച്ചു. ഒരു അയോട്ട, അതായത് തെളിവിൻ്റെ ഒരു അംശം പോലും എനിക്ക് കാണാനാകുന്നില്ല, കോടതിക്ക് കാണാനാകുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായ തെളിവില്ല എന്നതിൻ്റെ തെളിവായിട്ട് എടുത്താൽ മതി. മതിയായ തെളിവ് അന്വേഷണ സംഘത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം അതിലേക്ക് വിജയമായിട്ടില്ല, അവർക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ തന്ത്രി പരിശുദ്ധനാണ് എന്ന അന്തിമമായിട്ടൊരു വിധി ഇതുവരെ ഈ കേസിൽ കോടതി പുറപ്പെടുവിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമാണ്. പിന്നെ എന്തുകൊണ്ട് VD സതീശനും പിന്നെ ഈ PS ശ്രീധരൻപിള്ളയും BJP ഒറ്റയടിക്ക് ചാടി വീഴുന്നു എന്ന് ചോദിച്ചാൽ, അത് അവരുടെ പക്ഷപാതമാണ്. അവരുടെ തന്ത്രിക്ക് അനുകൂലമായിട്ട് അവരുടെ പക്ഷപാതത്തിൻ്റെ തെളിവായിട്ട് നമ്മൾ വേണം ഇതിനെ കാണാൻ. ഇത് PS ശ്രീധരൻപിള്ളയും കൂടെ കണ്ടോടുകൂടിയിട്ട് എനിക്ക് പെട്ടെന്ന് സുവർണാവസരം ഓർമ്മ വന്നു. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാകെ ഈ സർക്കാരിൻ്റെ കാലത്ത് SIT പ്രത്യേക അന്വേഷണ സംഘം ഒരു മോഷണ കുറ്റം ആരോപിച്ചിട്ട് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി പക്ഷേ തെളിവൊന്നുമില്ല എന്ന് കോടതി പ്രാഥമിക ഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അത് സുവർണാവസരമാണെന്ന് കണ്ടിട്ട് ചാടി വീണതാണ്. കഴിഞ്ഞ തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട ആദ്യ സുവർണാവസര സന്ദർഭത്തിലും ഇതേ സംഭവം ഉണ്ടായത്. അന്ന് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അപ്പാടെ വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ സതീശനെ മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. PS ശ്രീധരൻപിള്ള അന്ന് തന്നെ എത്തിയിരുന്നു, ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ഞാൻ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശുദ്ധ പദവിയുള്ള തന്ത്രി എന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് പ്രാഥമിക ഘട്ടത്തിലൊരു പരാമർശം വന്നപ്പോഴേക്ക് അവരുടെ വിശുദ്ധരോടുള്ള പക്ഷപാതം കൊണ്ട് ഈ രണ്ട് പക്ഷങ്ങൾ ചാടി വീണു എന്നല്ലാതെ ഞാനിതിനകത്ത് നിന്ന് എന്തെങ്കിലും അത്ഭുതകരമായിട്ട് കാണുന്നില്ല. ഒരു അന്വേഷണത്തിൻ്റെ പ്രാഥമികമായ സംഗതിയിൽ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ അന്വേഷണം സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമല്ല, ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാണ്. ഓരോ കാര്യവും അതാത് കാര്യം ഇതിനെ ഹൈക്കോടതി സംവിധാനങ്ങളെ അറിയിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ചുമ്മാ പോയിട്ട് ഹർഷനെ അറസ്റ്റ് ചെയ്തേക്ക്, ചുമ്മാ പോയിട്ട് സനീഷിനെ അറസ്റ്റ് ചെയ്തേക്ക് എന്ന് അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ ഇതുവരെ വിചാരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ. പക്ഷേ നിങ്ങൾ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ആ തെളിവുകൾ ശേഖരിക്കാൻ ഒരുപക്ഷെ ഈ നിശ്ചയ സമയത്തിനകത്ത് കഴിയണമെന്നില്ല. അതുകൊണ്ട് കോടതിക്ക് മുമ്പാകത്തും എവിടെ തെളിവ്, ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് പോലും ഞാൻ കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞാൽ അത് ആ പരാമർശത്തെ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ അത് ചാടി വീണിട്ട് ഇതിന് ഒരു തെരഞ്ഞെടുപ്പ് സുവർണാവസരമാണ് എന്ന് കണ്ടിട്ട് അവിടേക്ക് ആളുകൾ പോകുന്നു എന്നല്ലാതെ ഈ തന്ത്രിയെ കുറ്റവിമുക്തനാക്കിയിട്ട് അദ്ദേഹം ആകപ്പാടെ പിന്നെ അതായത്
നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞാണ്, ഹർഷനും പറഞ്ഞാണ്, അതായത് ഈ പറയുന്ന കസ്റ്റോഡിയൻ എന്ന നിലക്കുള്ള ഉത്തരവാദിത്വം നിശ്ചയമായിട്ടും തന്ത്രിക്കുണ്ട്. പക്ഷെ അത് തെളിവ് കണ്ടെത്തണം. ധാർമ്മിക മാത്രമല്ല, ഇതിന് ഇവിടെ പ്രശ്നം അതല്ല. അല്ലല്ല, ധാർമ്മിക ഉത്തരവാദിത്വം അല്ലല്ല, നിയമപരമായി എന്ത് നിയമലംഘനമാണ് നിയമലംഘനമാണ് ഇവിടെ നടത്തിയത്. അതായത് എങ്ങനെയാണ് ഇത് വിജിലൻസ് നേരത്തെ പറയാണ് ഇവിടുത്തെ നിയമമില്ലാത്തത് കൊണ്ട് നിയമലംഘനം ഇല്ല എന്ന് വെച്ചാല് മോഷണം എന്നത് നാട്ടിൽ എല്ലായിടത്തും നിയമലംഘനമാണ്. മോഷണം എന്നതിലേക്ക് സ്വർണം പോയില്ല എന്ന് നമുക്ക് അഭിപ്രായമുണ്ടോ? SITക്ക് ഒന്ന് ഇത് രഹസ്യമാണ്, ഒന്ന് രഹസ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ SIT ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇവരെല്ലാം കൂടെ സ്വർണം മോഷ്ടിച്ചു എന്ന് കണ്ടെത്തിയിട്ടാണെന്ന് സനീഷ് കരുതുന്നുണ്ടോ? അല്ല, അതല്ല എന്ന് പറയാൻ എന്താ പറ്റുക? അതാണ് അതായത് ഞാൻ പറയുന്നത്, ഹർഷൻ ഞാൻ മോഷ്ടിച്ചു എന്ന് തെളിവ് പോലീസിന് ഇന്ന ആൾ സ്വർണം മോഷ്ടിച്ചു, ഇയാളെ സഹായിക്കുകയോ മറ്റോ ചെയ്ത കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പറ്റി അന്വേഷിക്കല്ലേ ഇവിടെ? അന്വേഷണം അതിന്റെ വളരെ പ്രാരംഭ ദശയിലാണുള്ളത് എന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അന്വേഷണം സമ്പൂർണ്ണമായിട്ടില്ല. അന്വേഷണം സമ്പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇന്ന് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ BD സതീശനും PS ശ്രീധരൻപിള്ളയും പറയണമെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയായിട്ട് ഇത് തന്ത്രി പരിശുദ്ധനാണ്, അദ്ദേഹത്തിനെതിരെ തെളിവേ ഇല്ല എന്ന് അന്തിമമായൊരു വിധിയിൽ കോടതി പറയണം. അതും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ SIT എന്തുകൊണ്ട് ഈ തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്ന കാര്യം കുറ്റപത്രം പോലും ആയിട്ടില്ല. ആ ഘട്ടത്തിൽ ഇത് എല്ലാ അർത്ഥത്തിലുമുള്ള രക്ഷപ്പെടലാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആത്യന്തികമായി ഞാൻ പറയുന്ന പ്രശ്നം, എൻ്റെ പ്രശ്നം ഇത് ആദ്യഘട്ടം മുതൽ ഈ ഓരോ മൊഴിക്കൊപ്പിച്ച് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് പോയത് ശരിയായ രീതിയല്ല. അല്ല, ഹർഷന്റെ പോയിന്റ് ഞാൻ എടുക്കുന്നു. ഹർഷന്റെ പോയിന്റ് തള്ളിക്കളയാവുന്ന പോയിന്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഹർഷൻ പറയുന്നത് ഞാൻ പറയുന്ന ഒരേ കാര്യം ആ അർത്ഥത്തിൽ. അതായത് ഇത് അർഹിക്കുന്ന ഒരു ഗൗരവമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും തന്നെ ഏറ്റവും സവിശേഷത അർഹിക്കുന്ന ഒരു വലിയ വിശുദ്ധ ദേവസ്ഥാനം, ആ ദേവസ്ഥാനത്ത് നിന്ന് മോഷണം നടക്കുന്നുണ്ടെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. അപ്പം വിശുദ്ധ ദേവസ്ഥാനത്ത് നിന്ന് മോഷണം നടന്നിരിക്കുന്നു. മോഷണം നടന്നിട്ട് അത് ആ ഭൗതികമായിട്ടുള്ള സ്വർണത്തിൻ്റെ മോഷണം മാത്രമല്ല, അതിനകത്ത് വിശുദ്ധിയുടെ എലമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് വളരെ വലുപ്പമുള്ളതാണ്. അവിടെ നടക്കുമ്പോൾ ആ സംഭവത്തിൽപ്പെട്ട ആളുകളെ ശിക്ഷിക്കണം. അത് വിശ്വാസികളുടെ ആകെപ്പാട് ആവശ്യമാണ്. അതിപ്പോൾ തന്ത്രി എന്നുള്ള അധികാര പദവി കയ്യിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ മേൽ സമ്പൂർണ്ണമായിട്ട് അയാൾ പരിശുദ്ധനാകുന്നവരെ അയാൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ കോടതി ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന പേപ്പറിൽ തെളിവ് വന്നിട്ടില്ല, എല്ലാം ഈ പറഞ്ഞതും എല്ലാം ധാർമ്മികമായ പ്രശ്നം എന്ന നിലയ്ക്ക് ഉന്നയിക്കാം അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ. ഞാൻ പറയുന്നത് തന്ത്രിയാണ് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഏറ്റവും അടുത്തയാളെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതെല്ലാവർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ അല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഏറ്റവും അടുത്തയാൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന കാലം മുതൽ അറിയാവുന്നത് അവിടെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർക്കൊന്നുമല്ല. അതിനൊക്കെ എത്രയോ കാലം മുതൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള മുൻ ദേവസ്വം മന്ത്രിക്കോ ഒന്നുമല്ല. അതിനുമൊക്കെ എത്രയോ മുമ്പ് തന്ത്രിക്ക് അറിയാം, ഇത് നമുക്കറിയാം. മാത്രമല്ല വാജിവാഹനം അടക്കം എന്തിനാണ് തന്ത്രി കൈവശം വെച്ചത് എന്നുള്ളത്, അത് എൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് കൈവശം വെക്കാൻ പറ്റുക? അതിനുവേണ്ടി ഉയർത്തിക്കാട്ടിയ ഗ്രന്ഥങ്ങൾ അതുപോലും പരിഹാസ്യമായ സംഗതിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ ഈ ടെമ്പിൾ മാനേജ്മെന്റിൽ ആത്യന്തികമായി ഇനിയെങ്കിലും വേണ്ടത് നിയമമാണ്, അതിനപ്പുറത്ത് വിശ്വാസം എന്നതല്ല. വിശ്വാസം വേറെയാണ്. അതായത് കറക്റ്റാണ്. ഇതൊരു ധാർമ്മിക കുറ്റം മാത്രമല്ല, അത് ധാർമ്മിക കുറ്റം മാത്രമാണ് ഈ തന്ത്രിക്ക് മേൽ ഉണ്ടായിരിക്കുന്നത് എന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ ആയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ്, അത് നമുക്ക് ആയിട്ടില്ല. അത് കോടതിയുടെ മുമ്പാകെ ഈ തെളിവ് എത്തിയിട്ടില്ല എന്ന് മാത്രമേ പ്രവചനം നടത്തിയതാ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ള തന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്തേ, പിടികൂടാത്തത് എന്തേ എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ ഉയർന്ന ചോദ്യവും വിമർശനവും. ഒടുവിൽ തന്ത്രി പിടിയിലായി, റിമാൻഡിലായി, കൃത്യം 41 ദിവസം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇതിനിടെ വന്ന കോടതി നിരീക്ഷണങ്ങളൊക്കെയും തന്ത്രി അടക്കമുള്ള പ്രതികളെയെല്ലാം പ്രതിരോധത്തിലാക്കുന്നതുമായിരുന്നു. പക്ഷേ ജാമ്യം അനുവദിച്ചതോടെ സാഹചര്യവിധ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്നാണ് ജാമ്യ ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. തെളിവിൻ്റെ തരിമ്പും കാണുന്നില്ല എന്ന്. SIT മാത്രമല്ല സർക്കാരും ഇതോടെ പ്രതിരോധത്തിലായിരിക്കുന്നു. BJPയും കോൺഗ്രസും ഒരുപോലെ തന്ത്രിയെ കുടുക്കിയത് സർക്കാർ പദ്ധതിയാണെന്ന ആരോപണം എഴുതു കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കാൻ പോകുന്ന പ്രധാന ഘടകം ശബരിമലയാകുമെന്നും ഒരു ഉറപ്പും ഈ വാർത്ത വികസിപ്പിക്കുമ്പോൾ കാണാനുണ്ട്. ശേഷം എന്തുണ്ട് SITയുടെ കയ്യിൽ എന്നറിയാൻ കുറ്റപത്രം വരും വരെ കാത്തിരിക്കാം.